ഏറ്റവും പ്രധാനം കേരള കോൺഗ്രസ് എമ്മിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം UDFിൽ തിരിച്ചെത്തുമോ എന്ന ചോദ്യം പ്രധാനമാണ്. ജോസ് വിഭാഗത്തോടുള്ള UDFിന്റെ നിലപാടെന്ത് എന്നറിയേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ തള്ളി ജോസഫ് ഗ്രൂപ്പ് രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എം UDFിന് അനിവാര്യമല്ല എന്ന് അപ്പു ജോൺ ജോസഫ് റിപ്പോർട്ടറിനോട് പറയുന്നു. കരുത്ത് പ്രകടിപ്പിക്കാൻ ഇതുവരെ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. കോട്ടയം ലോക്സഭാ സീറ്റിൽ തോറ്റവർ UDFിൽ വന്നാലും പ്രത്യേക നേട്ടമില്ല. കേരള കോൺഗ്രസിന് പാലായിലും കടുത്തുരുത്തിയിലും ചലനമുണ്ടാക്കാനായിട്ടില്ല എന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, അവർ മുന്നണി വിട്ടുപോയത് ആവശ്യമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിയാണ്. അവരുടെ ശക്തി കേന്ദ്രമാണെന്ന് പറയുന്ന കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം അവർ ജയിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. 80,000 വോട്ടിൻ്റെ മുകളിൽ കെ ഫ്രാൻസിസ് ജോർജ് അവിടെ ജയിച്ചെങ്കിൽ അവർക്ക് അവിടെ എന്ത് വോട്ട് ഷെയറാണ് ഉള്ളത്? കഴിഞ്ഞ ഒരു ഇടത് തരംഗത്തിൽ ഏതാനും സീറ്റുകൾ ജയിച്ചു എന്നല്ലാതെ ആ ഇടത് തരംഗത്തിൽ പോലും അവരുടെ ഹൃദയവും അവരുടെ ആത്മാവുമായ പാലായും കടുത്തുരുത്തിയും അവർക്ക് കൈവിട്ടുപോയി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അടിസ്ഥാനപരമായിട്ട് ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. അതേസമയം LDF മുന്നണി വിട്ട് എങ്ങോട്ടും വരുന്നില്ല എന്ന കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് മറുപടി പറയുകയും ചെയ്യുന്നു. UDFിനെ CPM-നെ മാത്രമേ മുന്നണിയിലേക്ക് ക്ഷണിക്കാനുള്ളൂ എന്നും സ്റ്റീഫൻ ജോർജ് പരിഹസിച്ചു. ശരിക്കും പറഞ്ഞാൽ പോളിറ്റിക്സ് പറയുന്നതിന് പകരം ഇത്തരം പാർട്ടികളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയും അടിസ്ഥാനരഹിതമായ പ്രസ്താവന കൊടുക്കുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. പാറയ്ക്കിട്ട് കടിച്ച് പല്ല് കളയുന്നതിന് തുല്യമാണ്. പാറയെ കടിച്ചാൽ പല്ല് പോകുന്നല്ലാതെ വേറെ ഫലമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തികച്ചും തെറ്റാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കംഫർട്ടബിളായി നിൽക്കുകയാണ്. ഞങ്ങൾ ഈ മുന്നണി തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി ചെയർമാനും നേതാക്കളെല്ലാം പല പ്രാവശ്യം പറഞ്ഞു, അല്ല എന്തിനു നമ്മൾ LDF വിടണം? വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ്. ആ നിലയിൽ വലിയ കെട്ടുറപ്പുള്ളൊരു മുന്നണിയാണ്. ആ നിലയ്ക്ക് പിന്നെ എന്തിനാണ് നമ്മൾ LDF വിടേണ്ടതായ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അബു അത് പറയുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം കേൾക്കുന്നില്ലേ? ഇനി CPM-നെ ക്ഷണിക്കാനുള്ളൂ, ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്കുള്ള ക്ഷണം അവിടെ നടക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ശക്തിയില്ലെന്നാണ്. സജോ ദേവസ്യയും അഖിൽ കെയും ഉണ്ട് വിവരങ്ങളുമായി. സജോ ദേവസ്യ, എന്താണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിൽ നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ജോസഫ് വിഭാഗം നേരത്തെ ഒരുമിക്കണം എന്നുള്ള ഒരു പ്രതികരണം PJ ജോസഫ് നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നേതൃത്വം മാറി അപ്പു ജോസഫിലേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം അത്ര ശക്തരല്ല എന്ന പ്രതികരണം വരികയാണ്. ആദ്യം ജോസഫ് വിഭാഗത്തിന്റെ നിലപാടിൽ നമുക്കിപ്പോൾ ഒരു മാറ്റം വന്നതായിട്ടാണോ കാണേണ്ടത്? സ്മൃതി, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചില സമുദായ സംഘടനാ നേതാക്കളൊക്കെ മാണി ജോസഫ് ഗ്രൂപ്പുകളെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള നീക്കവും ശ്രമവും ഒക്കെ നടത്തുകയും ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഒരു ഫലവും കണ്ടില്ല എന്നാണ് അതിൻ്റെ ഒരു വസ്തുത. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനകത്ത് UDFിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. ഒരു വിഭാഗത്തിന് UDF പ്രവേശം എന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ ഉണ്ട് താനും. പക്ഷേ അവരുടെ നേതൃത്വം ഏതെങ്കിലും നിലയ്ക്ക് ഇടതു മുന്നണിയിൽ നിന്ന് പുറത്തു പോവുക എന്നൊരു സാധ്യത ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായവുമുണ്ട്. അതിന് തന്നെയാണ് ഇപ്പോൾ മേൽക്കൈ കിട്ടിയിരിക്കുന്നതും. ആ നിലയ്ക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരമൊരു ചർച്ചകളെ വേണ്ട എന്നതാണ് അവരുടെ നിലപാട്. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് കെ എം മാണിയുടെ പാർട്ടി അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടിക്കൊരു അഡ്രസ് അങ്ങനെയായിരുന്നു അതിനെ വിലയിരുത്തി പോകുന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ച് കെ എം മാണിയുടെ ഫോളോവേഴ്സും അനുയായികളും ഒക്കെ ജോസഫ് ഗ്രൂപ്പിനെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ UDFിനെയാണ് പിന്തുണയ്ക്കുന്നത്. ജോസ് കെ മാണിയുടെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അത് LDFിൻ്റെ ഒരു ഘടകകക്ഷിയാണ്. പക്ഷേ കെ എം മാണിയുടെ ഫോളോവേഴ്സ് ആയിരുന്നവരാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എം എന്ന നിലയ്ക്കുള്ളത്. പക്ഷേ അവരെല്ലാവരും മനസ്സുകൊണ്ട് UDF ആണ്. ആ വോട്ടുകൾ UDFിന് കിട്ടുന്നുമുണ്ട് എന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന് പുറത്ത് UDF എന്ന വിപുലമായ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെയും അണികൾ. LDFിൽ അവരുടെ നേതൃത്വം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ UDFിലേക്ക് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നുമില്ല. അവർ കടുത്തുരുത്തിൽ തോറ്റു, പാലായിൽ തോറ്റു, പുതുപ്പള്ളിയിൽ അവർക്ക് സ്വാധീനമുള്ള അയർക്കുന്നം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കൂരോപ്പട ഉൾപ്പെടുന്ന മേഖലകളിൽ കാര്യമായ ചലനമൊന്നും ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തോറ്റു. അങ്ങനെ വരുമ്പോൾ അവർക്ക് കഴിഞ്ഞ ഇടത് തരംഗത്തിൽ കുറേയധികം സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തേണ്ടതേ ഇല്ല എന്ന അഭിപ്രായം പറയുന്നു. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ഇപ്പോൾ ആനയിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ജോസഫ് ഗ്രൂപ്പ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ നിലപാടിലേക്ക് അവർ പോകുന്നു. അല്ലാതെ തന്നെ ആ പാർട്ടിയെയും കേരള കോൺഗ്രസിനെ പൊതുവിൽ UDFിൽ റിപ്ലേസ് ചെയ്യാൻ കഴിയും വിധമുള്ള സാധ്യത ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ശക്തിയൊന്നും അവർ തെളിയിക്കാത്ത പക്ഷം കരുത്തുള്ള ഒരു പാർട്ടിയല്ല. അത് UDF ഇപ്പോൾ തന്നെ ശക്തമാണ്. മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ ഇപ്പോഴുള്ള മുന്നണി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സജീവമായി പ്രവർത്തിക്കുക വഴി സാധ്യത
സാധ്യമാകും എന്നതാണ്. അതുകൊണ്ട് നേരത്തെ കോൺഗ്രസിലും UDF-ലുമുള്ള പലരും കേരള കോൺഗ്രസ് എം വരട്ടെ, ജോസ് കെ മാണി തിരികെ വരട്ടെ, അങ്ങനെ KM മാണിയുടെ ഒരു ലെഗസിയുടെ പിന്തുടർച്ചക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ UDF-ന്റെ ഭാഗമായി കൊള്ളട്ടെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായ ഒരു തിരഞ്ഞെടുപ്പിനെ UDF നേരിടാൻ പോകുമ്പോൾ ആ സാധ്യതയുണ്ടെങ്കിൽ അതിനെ സമ്പൂർണ്ണമായും തള്ളിക്കളയേണ്ട എന്ന് UDF-ൽ ഒരു പൊതുവായ അഭിപ്രായമുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം UDF-ലേക്ക് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യമായി മാറട്ടെ, അങ്ങനെ ഒരു ഘട്ടത്തിൽ പരിഗണിക്കാം എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് എന്നതാണ്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് അതിനൊരു താല്പര്യമില്ല. ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലയന ചർച്ചകൾക്കോ അതല്ല അവർ UDF-ൽ വരുന്നതിനോ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷേ UDF നേതൃത്വം അങ്ങനെ ഒരു നിലപാടും തീരുമാനവും എടുക്കുകയാണെങ്കിൽ അതിനെ ജോസഫ് ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് എതിർക്കാനൊന്നും കഴിയില്ല എന്നതൊരു വസ്തുതയാണെന്നിരിക്കെ തന്നെ അവരെ സമ്പൂർണ്ണമായി രാഷ്ട്രീയമായി തള്ളുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഒരു തരംഗത്തിൽ കുറേ സീറ്റ് ജയിച്ചതൊഴിച്ചാൽ ഇനി ഭരണവിരുദ്ധ വികാരം അടക്കം ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി എൻഗാഷ് ചെയ്യാൻ UDF-ന് കഴിയും. അത് പാർട്ടി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് KM മാണിയുടെ തുടർച്ച, ആ ലെഗസി, അതിന്റെ തുടർച്ച അങ്ങനെ തന്നെ ഉറപ്പിച്ചു നിർത്താനൊന്നും ഇനി കഴിയില്ല. അഖിൽ, ഇപ്പോൾ ഇതിൽ പ്രതികരണം വന്നിരിക്കുന്നത് സ്റ്റീഫൻ ജോർജിന്റെയാണ്. സ്റ്റീഫൻ ജോർജ് പരിഹസിക്കുമ്പോൾ CPM-നെ മാത്രമേ ഇനി ക്ഷണിക്കാനുള്ളൂ UDF എന്ന പരിഹാസം അവിടെ വരികയാണ്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഏകാഭിപ്രായമുണ്ടോ? ഇപ്പോൾ LDF-ൽ തുടർന്നാൽ മതി എന്നതിൽ ഏകാഭിപ്രായം തന്നെയാണോ പുറത്തു വരുന്നത്? സ്മൃതി, തീർച്ചയായും. അതായത് നേതൃത്വത്തിന് അത്തരത്തിലൊരു അഭിപ്രായമില്ല. ചില പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസിലേക്ക് തിരികെ പോകണമെന്ന അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും നേതൃത്വത്തിന് അത്തരത്തിൽ യാതൊരു അഭിപ്രായമില്ല എന്നുള്ളത് തന്നെയാണ്. അത് LDF-ൽ തുടരുന്നതാണ് സുരക്ഷിതം എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ശബ്ദം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പുവിനെ കൃത്യമായ മറുപടി സ്റ്റീഫൻ ജോർജ് നൽകുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രാധാന്യം കുറയുമെന്ന ഭയം കൊണ്ടാണ് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ എത്ര വലിയ ശക്തി ജോസഫ് വിഭാഗം അത്ര വലിയ ശക്തിയാണെങ്കിൽ 10 സീറ്റുകളിൽ മത്സരിച്ചിട്ട് എന്തുകൊണ്ട് 2 സ്ഥലത്തെ മാത്രം ഒതുങ്ങിപ്പോയി എന്നൊരു ചോദ്യം കൂടി സ്റ്റീഫൻ ജോർജ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി മറുപടി നൽകി പറഞ്ഞുകൊണ്ട് പോകുന്നതിനൊപ്പം തന്നെയാണ് UDF-ൽ ഒരു പരിഹാസം കൂടി അവിടെ സ്റ്റീഫൻ ജോർജ് നൽകുന്നത് എന്നുള്ളതാണ്. അതായത് തുടർച്ചയായി കേരള കോൺഗ്രസിന് നമുക്കറിയാം പല നേതാക്കളും UDF-ലെ പല മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ ഘട്ടത്തിലൊക്കെ തന്നെ കേരള കോൺഗ്രസ് ഞങ്ങൾ വരുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ച് ഇപ്പോൾ കഴിഞ്ഞ അടൂർ പ്രകാശിന്റെ CPI-യെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആ ഒരു പരാമർശത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ CPM-നെ മാത്രമാണ് ഈ മുന്നണിയിൽ നിന്നും UDF-ലേക്ക് വിളിക്കാനുള്ളത്. അല്ലെങ്കിൽ അതാണ് UDF-ന്റെ അവസ്ഥ. ആളുകളെയൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കൂട്ടി വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നൊരു കാര്യമാണ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ കൈമുന്ന ഘട്ടത്തിലൊന്നും ഇനി ചർച്ചയ്ക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും മറ്റൊരു ചർച്ചയിലേക്കോ മുന്നണി മാറ്റത്തിലേക്കോ യാതൊരു വിധത്തിലുള്ള ചർച്ച. ശരി, സജോ ദേവസ്യ, അഖിൽ കെ, റഹിസ് റഷീദ് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.